നന്മകളുടെ കണക്കെടുത്താൽ ചൂരൽമലയിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നു, പ്രജീഷ്. ഒരുപാട് പേരെയാണ് പ്രജീഷ് രക്ഷപ്പെടുത്തിയത്. ഇതിനിടയിൽ സ്വന്തം ജീവൻ നഷ്ടമാവുകയും ചെയ്തു. വീട്ടുകാരെ രക്ഷിച്ച ശേഷം മറ്റുള്ളവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ജീപ്പെടുത്ത് പോയതാണ്. പക്ഷേ പിന്നീട് മടങ്ങി വന്നില്ല. പ്രജീഷിന്റെ അമ്മായി പ്രസീത നമുക്കൊപ്പം ചേരുന്നു. എന്തായിരുന്നു അന്നത്തെ ആ ഒരു? ഇവൻ RRTയിൽ പ്രവർത്തിക്കുന്നതാണ് പ്രജീഷ്. അപ്പോൾ ഇവരുടെ കുടുംബാംഗങ്ങളെ അമ്മേനെയും ഏട്ടനെയും ഏട്ടത്തിയമ്മേനെയും മക്കളെയൊക്കെ ഞങ്ങൾ അട്ടമല അങ്ങോട്ട്, അവിടെ വലിയ പ്രശ്നമില്ലാന്ന് ചോദിച്ചാൽ അങ്ങോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇവൻ ഞങ്ങൾ വിളിച്ചിട്ട് വന്നില്ല. ഇവൻ പറഞ്ഞാൽ എനിക്ക് കുറേ ആൾക്കാരുണ്ട് അവിടെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. സുഖമില്ലാത്ത ആൾക്കാരെയൊക്കെ അവൻ എടുത്തുകൊണ്ട് ഓടിയെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ആരോ കരയുന്ന എന്തോ കേട്ടിട്ട് ഇവൻ പോയതാണ്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അവനെ അറിഞ്ഞില്ല എവിടെയാന്ന്. ഞങ്ങൾ അട്ടമലയും പാലം പോയപ്പോൾ ഇവർ അപ്പുറ സൈഡും ആയിപ്പോയി. ഞങ്ങളെ വിചാരിച്ച് വൈകുന്നേരം വരെ, പിറ്റേ ദിവസം വൈകുന്നേരം വരെ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല. വിളിക്കുന്നവർ പറഞ്ഞു അപ്പുറമുണ്ട് അപ്പുറ സൈഡിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നോക്കുമ്പോഴാണ് വൈകുന്നേരം ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ കാണുന്നില്ല, മിസ്സിങ് ആണെന്ന്. അങ്ങനെ പഞ്ചായത്ത് ഹോസ്പിറ്റലിൽ പോയി നോക്കുമ്പോൾ ആള് പോയി. അന്ന് തന്നെ ഞങ്ങൾക്ക് ബോഡി കിട്ടി. അതാണൊരു സമാധാനമുള്ളത്. എല്ലാവർക്കും നല്ലത് മാത്രമേ നല്ലത് എല്ലാവർക്കും, നാട്ടുകാർക്കും വീട്ടുകാർക്കും. ഞങ്ങൾക്ക് ഇനി ആരുമില്ല. ഞങ്ങളുടെ വലം കൈയാണ് പോയത്. ഇനി എന്താ പറയാ, ഞങ്ങൾക്ക് പറയാനില്ല. ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. എന്ത് കിട്ടിയാലും പകരമാവില്ല ഞങ്ങൾക്ക്. ആൾക്കാരും വിളിച്ചു എന്നാ പറഞ്ഞത്, മതി പോന്ന്. പക്ഷെ ഇത് പുഴ ഗതി മാറി ഒഴുകിയതുകൊണ്ട് സാധാ റോഡിൽ കൂടെ, സാധാരണ അതിൽ ഇങ്ങനെ വെള്ളം കയറുമ്പോഴൊന്നും ഇല്ലല്ലോ. ആ പ്രതീക്ഷയിലായിരിക്കാം പോയത്. ഞാൻ എന്നെ നോക്കണ്ട, ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള അങ്ങനെയാണ് പറഞ്ഞത്. മുൻപൊക്കെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിരുന്നു. എല്ലാ കാര്യത്തിലും, ഒരു കല്യാണം ആയിക്കോട്ടെ, ഒരു മരണം വീട്ടിലായിക്കോട്ടെ, അവിടുത്തെ ഞാൻ ഞങ്ങൾ പറയുന്നതിനേക്കാളും നല്ല അവരുടെ നാട്ടുകാരോട് പറഞ്ഞാൽ, അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചാൽ മതി, അവർക്കറിയാം. ഞങ്ങളുടെ കാര്യത്തിനും അതെ. ഞങ്ങൾ അട്ടമല എന്ന് വെച്ചാൽ കുറേ അങ്ങ് ഒരു കുന്നിൻ്റെ ചരിവിൽ തന്നെ. ഞങ്ങൾ സേഫായ സ്ഥലമല്ല. അവിടെ ഞങ്ങൾ ഒറ്റ വീടാണല്ലോ അവിടെ താമസിക്കുന്നത്. അവിടെ ഇവന്റെ ധൈര്യത്തിലാണ് ഞങ്ങൾ അവിടെ താമസിക്കുക. ഏത് സമയത്ത് ഒരു രാത്രിയെ എപ്പം എന്തൊരു ആവശ്യത്തിന് വിളിച്ചാലും ഓടി വരാൻ അവനുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഇനി എന്താ പറയാ, ഇപ്പം ഇവൻ താമസിച്ച ഒരു കോട്ടേഴ്സാണ്, അത് ഉള്ളു പോയി. ഇനി അവരങ്ങോട്ട് വന്നിട്ട് താമസിക്കാനുള്ള സ്ഥലമല്ല. അപ്പം ഞങ്ങൾ ഒറ്റപ്പെട്ടു. ആ ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ മാത്രമായി പോയി. അവിടെ മരിക്കുന്നോടം വരെ ഞങ്ങളുടെ ഒരു തീരാ ദുഃഖമാണ്. തന്നെ തീരാ ദുഃഖം. എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും കാണാൻ കഴിയുന്നില്ല, നോക്കാൻ കഴിയുന്നില്ല, പേടി. കുടുംബത്തിന് മാത്രമല്ല, ആ നാടിന് തന്നെ ഒരു തീരാ നോവും വേദനയും ഒക്കെ ആയിരിക്കുകയാണ് പ്രജീഷ്. കാരണം അത്രത്തോളം സമൂഹവുമായി ഇടപഴകി ഇഴുകിച്ചേർന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രജീഷ്. പ്രജീഷിന്റെ ജീവനാണ് ഈ ഒരു കാര്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിനിടെ നഷ്ടപ്പെട്ടത്. ക്യാമറമാൻ ശരത് തമ്പാട്ടുകാവിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്.